വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരി ലുക്ക് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അപ്പോൾ എന്നത്തെയും പോലെ ഈ സാരി വേണ്ടവർ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ലുക്കുള്ള സാരിയാണ് കേട്ടോ, ബ്ലൗസ് ഒന്നും തരത്തില്ല, സാരി മാത്രം. നല്ല രസമല്ലേ സാരി? ഇത് ഇങ്ങനെ ഈ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ അങ്ങനെ ഒരു സാരിയാണ്, ട്രഡീഷണൽ ലുക്ക്. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എൻ്റെ പേഴ്സണൽ കഥയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് എപ്പിസോഡ് എൻ്റെ പേഴ്സണൽ റിവെഞ്ചാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി തീർക്കാൻ പോകുന്നത്. ദ്രോഹികളെ. അപ്പോൾ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് കഥ തുടരാം. എൻ്റെ സ്കിന്ന് പണ്ടത്തെ ആ ഒരു സെറ്റപ്പ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. കളറിൻ്റെ അല്ല, കുരുക്കളുടെ എണ്ണം കുറവായിട്ടുണ്ട്. കണ്ടു? ആദ്യം വലിയ കുരുവായിരുന്നു, ഇപ്പം ഇച്ചിരി ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ഫേസ് വാഷ് മാത്രം ചെയ്തിട്ട് വന്നിരിക്കണം. അപ്പോൾ നമുക്ക് കഥ തുടരാം. ഈ ഫേസ് വാഷിന് നല്ല മണമാണ് കേട്ടോ. ആരും വാങ്ങിച്ച് തേക്കരുത്, ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാ. ഈ കുരുവൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച സമയത്ത് ഡോക്ടർ കഞ്ഞിക്കുറ്റി ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. എൻ്റെ യൂട്യൂബിൽ 2K സംതിങ് സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ അടുത്ത് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ആത്മവിശ്വാസമില്ലാതെ തുടങ്ങിയതാണ് ഈ ഒരു സാധനം. എൻ്റെ കൊണ കേൾക്കാനും ആൾക്കാരുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ മരിക്കുവോളം മറക്കത്തില്ല മക്കളെ, മരിക്കുവോളം മറക്കത്തില്ല. നല്ല സാരിയല്ലേ ഇത്? ഒരു ഇരിക്കുമ്പോൾ തന്നെ ഒരു മറ്റേ സിനിമേൻ്റെ പേരെന്ത്? വേണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ട്രോളാവും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്ക് സിറം ഇട്ട് കൊടുക്കാം. ഇന്ന് കുറച്ച് ലുക്കായിട്ട് ഒരുങ്ങണം. എനിക്ക് ഈ സാരി ലാസ്റ്റായിട്ട് കൊടുക്കാൻ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. അപ്പം ചുമ്മാ ഇവിടെ അച്ഛൻ ഊത്തി വയ്ക്കുന്നതിനേക്കാളും ആരെങ്കിലുമൊക്കെ കൊടുത്തോണ്ട് പോട്ടെ. ഞാൻ അങ്ങനെ സാരി ഒന്നും കൊടുത്തിട്ട് എങ്ങും പോവാറില്ല. അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യട്ടെ. ഈ സാധനമൊക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം, എന്നുവെച്ചാൽ അങ്ങനെയല്ല, പൊടി തട്ടി എടുക്കണം. ഈ പിമ്പിൾസ് വന്നതിന് ശേഷം ഫേസിലൊന്നും തേക്കലില്ല. ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഒരുങ്ങുക, ഒരു 10-15 മിനിറ്റ് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക, പോയി ഫേസ് വാഷ് ചെയ്യുക. പേടിച്ചിട്ടാട്ടെ ഈ കുരുവൊക്കെ വന്നേ. എങ്ങനെ ഇരുന്ന മോന്തയാ എപ്പിടി ഇരുന്നതാ ഇപ്പിടിയായിട്ടേ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇന്നത്തെ കഥ കുറച്ച് കുത്തലുള്ള കഥകളാണ്. ഗുദ്ദൽ. നമുക്ക് ഫസ്റ്റ് സിറം ഇടാം. എന്തോ ഒരു സാധനം പോയി. ഇന്ന് നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇൻക്ലൂഡഡ് മീ, ഞങ്ങൾക്ക് വരുന്ന മെയിൻ പ്രോബ്ലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തായാലും വീഡിയോസ് ഇടുന്നവർ ചുമ്മാ വന്നിരുന്ന ഒരു പണിയും ഇല്ലാണ്ട് ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ പോലും അവരെ ത്യജിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. തെജന ഈ സിറം ഇതിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇന്നൊരു ലുക്കിന് വേണ്ടി ഇടാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞുള്ള എൻ്റെ ലുക്ക് കാണണം. പെത്ത തള്ള കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റും ലാസ്റ്റും എൻ്റെ ഫേസ് നോക്കും. ഞാനിങ്ങനെയാണെങ്കിൽ സിനിമാ നടികളൊക്കെ. അപ്പം നമ്മുടെ വീട് ഈ റോഡ് സൈഡാണ്. വീടല്ല കേട്ടോ, ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്, റോഡ് സൈഡാണ്. അപ്പോൾ വണ്ടികളുടെ സൗണ്ട് കേൾക്കും. ഈ മഴ പെയ്തിട്ട് ഈ ചീവി പാമ്പൊച്ച ഇടണ കണക്കുള്ള സൗണ്ട് കേൾക്കും.
ഇങ്ങനെ കുറേ ഒച്ചപ്പാടിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ ടാസ്ക് മൈക്ക് വാങ്ങണം എന്നുള്ളത്. പൈസ കിട്ടും, പക്ഷെ മൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവും. അതിൻ്റെ വില കേൾക്കുമ്പോൾ ഞാൻ തിരിച്ചു വരും. സാധാരണ ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ ബിഹേവ് ചെയ്യുമോ അതിനേക്കാളും ടെററായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ചിലവാക്കണമെന്ന് ആലോചിക്കുമ്പോൾ മാത്രം. ഞാൻ ഈ സുന വാങ്ങിച്ചിട്ട് ഇതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പൗഡർ. എന്നിട്ട് എന്താ യൂസ്? ഇതിങ്ങനെ സ്വിച്ച് ഇടുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങും. നമ്മുടെ ഫേസ് ട്രാക്കറാണ് ഈ സുന. കണ്ടു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് പറഞ്ഞുണ്ടോ? ഇതിൽ ചാർജ് പോലും ഞാൻ കേട്ടത്തില്ല. അത്രയും മടിച്ചിപ്പാറുവാണ് ഞാൻ. വെറുതെ ഇങ്ങനെ വെക്കും ഞാൻ. എന്നിട്ട് നിങ്ങൾ കം ഓൺ എവരിബഡി അങ്ങനെ പറഞ്ഞിട്ട് പോകും. ഞാൻ എന്തെങ്കിലും നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒബ്സർവ് ആയതിനു ശേഷം സൺസ്ക്രീൻ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണോ സിറം ഇടേണ്ട, സിറം ഇട്ടിട്ടാണോ മോയ്സ്ചറൈസർ ഇടുക. ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡാണ്. അത് എന്ത് തേങ്ങയെങ്കിലാവട്ടെ, മുഖത്തല്ലേ ഇടണേ. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഒരു 2 മന്ത് കൊണ്ട് യൂസ് ചെയ്യുന്നത്. 2 മന്ത് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. വാങ്ങിച്ച് തേക്കരുത്. ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതല്ല കേട്ടോ. ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സ്മാരുടെയൊക്കെ റീല് കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ സാധനം വലിയ കുഴപ്പമില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല. അതിൻ്റെ അകത്ത് പൈസ കുറവാണ്, 50 രൂപയുള്ളൂ. അതുകൊണ്ട് വാങ്ങിച്ചിട്ടതോ. കഥ തുടങ്ങാം. ഗ്ലോ കണ്ടു, ഗ്ലോ. സംഭവം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ക്യാമറ തുറന്ന് വെച്ചിട്ട് അപരാധം പറയും. ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ഇല്ല. കാറിലൊക്കെ പോയിരുന്ന് പിന്നെ അവസാനം ഇങ്ങനെയൊക്കെയോ കാട്ടിക്കൂടിയോ ഒരു വീഡിയോ ഇടാൻ പെടുന്ന പാട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാർ കമൻറ്റ് കേൾക്കണം. ചില്ലറ കമൻ്റ് ആണോ കേൾക്കുന്നത്? ചില ഞരമ്പുകളുണ്ട്. നീ എന്തിനാ അത് കാണിക്കുന്നത്, നീ എന്തിനാ ഇത് കാണിക്കുന്നത്? അപ്പം നിങ്ങൾ കാണിക്കാൻ പറയരുതെന്ന്. നിൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ അപരാധം പറയുന്നുണ്ട്. നീ എന്തൊക്കെ തേങ്ങ ഇട്ടാലും നമുക്കൊരു പ്രശ്നമില്ലടാ, നീ ഇട്ടുടാ. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കടാ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടറാ. ഏതൊരാൾ പറഞ്ഞതാ, വലിയ മഹാനായിട്ടുള്ള ആൾ. എനിക്കിങ്ങനെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണമെന്ന് ഞാനല്ലടാ തീരുമാനിക്കുന്നത്. താണ്ടികളെ. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഫസ്റ്റ് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇതേപോലെ ഒരു സ്റ്റാൻഡ്, ഒരു ലൈറ്റ്, പിന്നെ ഒരു മൈക്ക്, പിന്നെ ഒരു അടിപൊളി ക്യാമറയുള്ള ഫോൺ. ഒരു ക്യാമറ നല്ല ഫോൺ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്നറിയാമോ? പണ്ടാറടങ്ങ EMI ഇടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സിബിലില്ല. അവസാനം പൈസ കൂട്ടി പിച്ച എടുക്കുന്നത് പോലെ കൂട്ടി വെച്ച് ഒരു 70 ഫോൺ എടുത്തു. 90,000 രൂപ. 90,000 രൂപയുടെ ഫോണില്ലടാ ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങാൻ പോയി, അവിടെയും പോയി 4,000 രൂപ. നിനക്കൊക്കെ ഇത് വല്ല അറിയണോടെ? ഈ കുഞ്ഞ് സുന ഇന് 4,000 രൂപ. ഒരു മൈക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ട്. എന്ന് യൂട്യൂബിൽ പൈസ കിട്ടുന്നു ഒന്നേ മൈക്കുള്ളൂ. അതുവരെ നിങ്ങൾ ഇങ്ങനെ കേട്ടാൽ മതി. ഇതൊക്കെണ്ട കിരിവിയുടെ കൂളം വിളി, വണ്ടിയുടെ ഒച്ച, ഇതൊക്കെ എന്നെ ട്രിഗർ ചെയ്യും. ഫാനില്ല, സൗണ്ട് ഇല്ല, ഫാൻ ഇടാതെയാണ് മാക്ക്. നിങ്ങൾക്കിത് വല്ല അറിയാമോ? നിങ്ങൾക്ക് കണ്ടിട്ട് പോയപ്പോരെ ഇതേപോലെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ നോക്കുക അവരെ? കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്ലാറ്റിലെ കൊച്ച് എൻ്റെ അടുത്ത് ചോദിക്കാം, ചേച്ചി യൂട്യൂബർ അല്ലേ? എനിക്ക് വയ്യ. അതിന് ശേഷം ഇടേണ്ടത്, ഇതൊക്കെ എങ്ങനെയാണ് ഇടേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ 2 വര ഇട്ട് കൊടുത്തു, ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുരുക്കളൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ബേസിക്കലി ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കുരുക്കൾ മാത്രമല്ല,
കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റൊക്കെ എന്നാണ് പറയുന്നത്. എനിക്കറിയില്ലടാ, എനിക്കറിയില്ല, എനിക്ക് മേക്കപ്പ് എന്താണെന്ന് അറിയില്ലടാ. പക്ഷെ ഞാൻ അറിയില്ലാത്ത കാര്യം തന്നെ ചെയ്ത് പാടിക്കും. എന്തെങ്കിലും പാടിക്കുള്ളൂ. അതാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിറകിലുള്ള സാമ്പത്തിക നഷ്ടം. ഇത് ധനനഷ്ടം. ഇനി മാനഹാനിനെ കുറിച്ച് പറയാം. വീട് തൊട്ട് അയൽവക്കം തൊട്ട് നാട് തൊട്ട് സ്കൂള് തൊട്ട് ചീത്തപ്പേര. നമ്മൾ മലയാളികളായതുകൊണ്ട് ഇപ്പം ഈ പേളിമാണി വിഷയം, അവരെന്ത് വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു, എത്ര പേർക്ക് ഇഷ്ടമായിരുന്നു. വായിന്നൊരു വാക്ക് വന്നാൽ തീർന്നില്ലേ, എന്താ പിടിച്ചോ താഴ്ത്തി, അത്രയേ ഉള്ളൂ. എന്തോരം ചീത്തപ്പേര് കേൾക്കണം ഒരു വീഡിയോ ഇടുന്നതിന്. സെലിബ്രിറ്റി ആയാലും പ്രശ്നമോ ആയില്ലേലും പ്രശ്നം. ഞാനിപ്പോൾ അവരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നാളെ എന്നെ പിടിച്ചിട്ട് ട്രോളരുത്, അവർ ചെയ്തത് തെറ്റാ. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എന്താ പറയാനാ, അതാണ് പറയുന്ന, ആവശ്യമില്ലാത്തടത്ത് മിണ്ടരുത്, ചുപ്രഹോ. എൻ്റെ അപ്പൻ എപ്പോഴും പറയും ആവശ്യമില്ലാത്ത ഇടത്ത് പോയി സംസാരിക്കല്ലേ എന്ന്. പക്ഷെ ഞാൻ സംസാരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാം, വീട്ടിലെ ചീത്തപ്പേര്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എൻ്റെ കൂടെ ഉള്ള ആർക്കോ ഇഷ്ടമല്ല. എന്തിനു പറയാൻ വേണ്ടിയിട്ട്, 2 വർഷം മുമ്പ് ഞങ്ങൾ വീട്ടിൽ മമ്മിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. ഏതോ പട്ടിയുടെ കോവലത് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എൻ്റെ സ്നേഹനിധിയായ നാത്തൂൻ എൻ്റെ മമ്മിക്ക് കുണിഷ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരിയേറ്റിയതിന് ശേഷം നിനക്കൊന്ന് ഇതൊക്കെ നിർത്തിയിട്ട് നല്ല വീഡിയോസ് ഇട്ട് തുടങ്ങിക്കൂടെ, കാരണം അവളാണല്ലോ എനിക്ക് ചോറ് തരുന്നത്. നീ കാരണം മറ്റുള്ളവർക്ക് നാണക്കേടാ. എൻ്റെ ലേബലിൽ അവൾ തലയിൽ നെറ്റിയിൽ എഴുതി വെച്ചോണ്ട് നടക്കുക ഞാൻ അനുവിൻ്റെ നാത്തൂനാണ്. ഞാൻ പോലും പറയില്ല ഇതൊക്കെ എൻ്റെ നാത്തൂനാണ്. പിന്നെ ഇതൊക്കെ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ആ ശകുനി അന്നൊരു വാക്ക് പറഞ്ഞു. ഇതൊക്കെ കാണട്ടെ കേട്ടോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയാൻ. എന്തായിരുന്നു പറഞ്ഞത്, ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഈ കാട്ടിക്കൂട്ടലൊക്കെയാണ്. അവളാ വാ തുറന്ന അന്ന് അതിൻ്റെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രമോഷൻസായി. ഇൻസ്റ്റ വഴി പൈസ കിട്ടത്തില്ല കേട്ടോ, ഫേസ്ബുക്ക് വഴി ഫണ്ട് കിട്ടും, നമ്മളിടുന്ന റീൽസിന് പൈസ കിട്ടും. പിന്നെ എനിക്ക് കുറേ കൊളാബറേഷൻ വന്നു. അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ തന്നെ കുറേ അത്യാവശ്യം നല്ല കൊളാബറേഷൻസ് വന്ന്. പിന്നെ ഞാൻ പെയ്ഡ് അല്ലാതെയും കൊളാബറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പിന്നെ പണ്ടത്തെ പോലെയല്ല, എന്നെ കുറേ പേര് തിരിച്ചറിയുന്നുണ്ട്, അതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ അങ്ങനെ എനിക്ക് ഇൻസ്റ്റ വഴി ഫണ്ട് കിട്ടാൻ തുടങ്ങി. ഇപ്പം അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ സിമ്പിൾ എടുത്ത പരിപാടിയാണ്, എന്താ പിടിച്ച വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, പൈസ കിട്ടുക. ഇതൊന്നും അല്ല. അതിൻ്റെ പിടയിൽ കുറേ സ്ട്രഗിൾ ഉണ്ട്. കുറേ കരിമ്പാറകൾ വന്നിരുന്ന് കമൻ്റ് ഇടും. അവന്മാർ വലിയ പുടിങ്ങികളാണ്. നമ്മൾ നിനക്കൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് പറഞ്ഞൂടെ, അവകാശമില്ലേ? മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറിയിട്ടാണോടെ അവകാശം പറയാൻ? പാണ്ടികളെ, കരിമ്പാറകളെ. പാണ്ടിയെന്ന് ഉദ്ദേശിക്കുന്ന പാണ്ടികളെ അല്ല കേട്ടോ, അവരിതിലും ഭേദമാണ്. അവർ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് തമിഴ് പറയാനറിയാം, എഴുതിയത് വായിക്കാൻ അറിയില്ല. ഞാൻ എന്തോ ഈ പണ്ട് മുതലേ തമിഴ് സിനിമയൊക്കെ കണ്ട് എനിക്ക് നല്ല തമിഴ് നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അറിയാം. പക്ഷെ വായിക്കാൻ അറിയില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ ഇട്ടതൊക്കെ ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങോട്ട് ഇടുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ്. എൻ്റെ പൊന്നേ, അതെന്തോ ഗവൺമെൻറ്റിൻ്റെ PSC ഗ്രൂപ്പ് പോലെയാ. എന്നെയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ആരും സർവേ ചെയ്യില്ല എന്ന് വരെ പറഞ്ഞു. ഞാൻ പിടിച്ച് നിൽക്കുന്നില്ലേ, എൻ്റെ തൊലിയുടെ കട്ടി കണ്ട. ഇതുപോലെ എത്ര പേര് ഫേസ് ചെയ്യുന്നുണ്ടാവും. നല്ല വീഡിയോ ഇട്ടാൽ നീയൊക്കെ കുറ്റം പറയും. ഇപ്പം ഞാൻ അത്യാവശ്യം മോഡലിങ് ചെയ്യുന്ന ഒരാളാണ്.
മോഡലിംഗ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഇൻസ്റ്റയുടെ ബയോ തന്നെ ഈ ജന്മം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാം, അടുത്ത ജന്മം നിനക്കൊക്കെ വേണ്ടി ജീവിക്കാം എന്നുള്ളതാണ്. അടുത്ത ജന്മത്തിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കൂടാ പട്ടികളെ. ഇതെന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ പിറകിൽ നിന്ന് കുറേ ശകുനികൾ കുത്തും. വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ, നമ്മളെ കുറ്റം പറയുന്നത് എൻ്റെ പൊന്നേ ലോക ഉടായ്പകളായിരിക്കും. അയ്യോ, നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ അറിയാനെങ്കിലും പറ്റും. കാരണം നമ്മളെ 4 പേര് തിരിച്ചറിയുമെങ്കിൽ ഈ അറിയാൻ പറ്റുമോ? എനിക്ക് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ ലോക ഉടായിപ്പ് എന്ന് പറഞ്ഞാൽ മകാ ഉടായിപ്പ്. എൻ്റെ പൊന്നെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കണം. ആ ചെറ്റ എന്നെ കുറ്റം പറയുന്നത് അത് അവൻ്റെ ചിക്കിൻ്റെ അടുത്ത്, അത് ലോക ഉടായിപ്പ്. വയ്യ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമുക്കൊരു നിലവാരമൊക്കെ വേണ്ട. ഇതെൻ്റെ റിലേറ്റീവ്സിനൊക്കെ അയച്ച് കൊടുക്കണം. കള്ള പന്നികൾ. ഞാൻ ഇടുന്ന റീലൊക്കെ ആ നായിൻ്റെ പട്ടിമക്കൾ ഡൗൺലോഡ് ചെയ്ത് വീട്ടിലയക്കുക. എന്തിനാടെ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഈ അയക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കൊരു ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്ക്. എനിക്കൊരു വ്യൂസ് എങ്കിലും കയറട്ടെ. യൂട്യൂബ് തുടങ്ങിയെന്ന് ആ നാറികൾ അറിയണം. എന്നിട്ട് വേണം ഒരു സബ്സ്ക്രൈബർ കൂടെ. എനിക്കെങ്ങനെ ഇത്രയും സബ്സ്ക്രൈബറും വ്യൂസും പിന്നെ ഫോളോവേഴ്സും കിട്ടുന്നതെന്ന് അറിയാവോ? അതിൽ പകുതിയോളം എൻ്റെ കൂടെ പഠിച്ച പരനാറികളാണ്. പിന്നെ കുറേയൊക്കെ എൻ്റെ വീട്ടിലുള്ള എന്നെ ഇഷ്ടമില്ലാത്ത ഉടായിപ്പുകളും. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും വരിക കേട്ടോ. ഞാനിത് തുടങ്ങിയത് കാരണം എൻ്റെ ഫ്രസ്ട്രേഷൻ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. നീയൊക്കെ വേണമെങ്കിൽ കണ്ട. ആ ശകുനി എന്ന് പറഞ്ഞ എൻ്റെ നാത്തും ചിലപ്പോൾ ഇന്ന് വിളിക്കുമായിരിക്കും. ഐ എം വെയിറ്റിംഗ്. ശകുനിയുടെ വിചാരം ശകുനി ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല, മനസ്സിലാവത്തില്ല. നമ്മളാരാ മോൾ? ഹൗ ഡു യു മൈ ലുക്ക? ഒരു ബേസിക് ലുക്ക് കിട്ടിയോ മകളെ, കിട്ടിയോ? അതുപോലെ നിങ്ങൾ എല്ലാവരുടെയും ജോലി വളരെ ഈസി ആയിട്ട് വിലയിരുത്തുന്നു. അതിൻ്റെ പിറകിലുള്ള സ്ട്രഗിൾസ് നിങ്ങൾ അറിയുന്നില്ല. ചിലരൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത്, നാട്ടിൽ നിന്ന് പുറത്ത്, എല്ലാവരുടെയും വായിരിക്കുന്ന കേൾക്കണം. ഇതിപ്പോൾ നല്ലത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ്, എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ്. ആരെങ്കിലും പച്ച പിടിക്കുന്നത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ മാന്തല്ല. അത് ഇവർക്ക് പറ്റാത്തോണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണോ? അത് എന്ത് തേങ്ങയാന്ന് മനസ്സിലാവില്ല. എടാ, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ ചെയ്യണ്ടടാ. മറ്റുള്ളവരെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. നിനക്കൊക്കെ എന്തിൻ്റെ കടിയാടാ പട്ടി കള്ളി? എനിക്ക് മനസ്സിലാവാത്ത അതാണ്. ഞാനിന്ന് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി മക്കളെ. നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ നല്ല അസലല്ല, ഞാൻ നല്ല കുക്കാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ എൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പറഞ്ഞു വന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതത്ര സിമ്പിള് പരിപാടിയല്ല, ഹമ്പിള് പരിപാടിയാണ്. എല്ലാവരുടെ വായിരിക്കുന്ന കേക്ക് എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരിയല്ല. മനക്കട്ടി വേണം, കട്ടി വേണം, കട്ടി, ഉള്ളിലൊരു കട്ടി വേണം. ചിലതിൻ്റെയൊക്കെ വായിരിക്കുന്ന കണ്ട ക്യാൻസർ വരെ വരും. എൻ്റെ വീട്ടിലിരിക്കുന്ന എത്ര പേർക്ക് ദുർഗന്ധം നിറഞ്ഞ ക്യാൻസർ ഉള്ളിലുണ്ടെന്നറിയാമോ? അതൊക്കെ കേട്ട് ഞാൻ ഇത്രയും ബോൾഡായി. ഐ ആം എ കോംപ്ലാന്റ് ഗേൾ. ഇപ്പോൾ വരാം, താഴെ എൻ്റെ കരി വീഴും, എടുത്തിട്ട് വരട്ടെ. നിങ്ങൾ വിചാരിക്കും ഇവൾ ഈ യൂട്യൂബിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ അപരാധം പറയാൻ തുടങ്ങി വെച്ചയാണോ? അതെ, പിന്നല്ല. ഫ്രസ്ട്രേഷൻ. പണ്ട് എങ്ങനെ പണി കൊടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയുന്നു. നിനക്കൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ നീയൊക്കെ തുടങ്ങിയിരുന്ന് പറയുന്നേ.
ഇവരൊക്കെ കാണിച്ച കാട്ടായൊക്കെ. ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ മാത്രമല്ല കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ ലൈഫിൽ മാത്രമല്ല. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അവർ അഹങ്കാരിയാണ്. ഞാൻ പണ്ടൊക്കെ മന്ദബുദ്ധീനെ പോലെ നിന്നൊരു കാലമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടല്ലോ, അതെന്താ അങ്ങനെ ആണോ, ഇങ്ങനെ IID പിള്ളേരെ പോലെ നിന്നിട്ടുണ്ട്. സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിയാലിറ്റി മനസ്സിലായത്, നമ്മൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നിടത്തെ നമുക്ക് വാല്യൂ ഉള്ളൂ. കണ്ട ശകുനികളെയും ശകുനന്മാരെയൊക്കെ സംസാരിപ്പിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കട്ടെന്നേ. നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം എന്തിനാ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്? എന്നെ മറ്റേ കുടുംബവളത്തിൽ എന്നെ മറ്റേ ഉണ്ടാക്കരുത്. ഇങ്ങനെ ഉണ്ട് മക്കളെ, അങ്ങനെ ഉണ്ട്. എൻ്റെ ചീപ്പ് 2 ദിവസം കൊണ്ട് കാണാനില്ല മക്കളെ. നിങ്ങൾ കണ്ണ് വിട്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല കേട്ടാ. ഏതോ ഒരുത്തം പറഞ്ഞു, ചേച്ചി ഹെയർ നല്ലതാ ചേച്ചി, മുടി ഫ്രണ്ട് ഇടുമ്പോൾ നല്ല അന്ന് തൊട്ടത് ഇങ്ങനെ വരുവാടാ മുടി ഇങ്ങനെ. നിനക്കൊന്നും വാതിർന്ന് പയ്യെ പറഞ്ഞോണ്ടേടാ. ഞാൻ ചീപ്പൊന്നും അധികം യൂസ് ചെയ്യത്തില്ല മക്കളെ, എനിക്ക് പേടിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പൊട്ടച്ചാലോ സുന്ദരിയാണ്. ഇന്ന് പാർലറിൽ പോയി പിരിക്കുമൊക്കെ ത്രെഡ് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഞാൻ സുന്ദരിയായിരിക്കും. ഈ സാരി ഭയങ്കര അടിപൊളി സാരിയാണ് കേട്ടോ. ഏതൊരു പന്നി കോൾ വിളിക്കുക. നോക്കൂ മക്കളെ, നോക്കൂ, ഞാൻ സുന്ദരി ആയിട്ടുണ്ടോ? എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരി. കാരണം ഇത് ഉടുക്കുമ്പോൾ ഒരു ലുക്കുണ്ട്. ഒരു പൊട്ടും കൂടെ വെക്കാം. ചേലുള്ള മാവിൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മക്കളെ, ഈ മാങ്ങയുള്ള മാവിലെ കള്ളെടുത്തെറിയൂ. നിങ്ങൾ ബോധോടാവണ്ട. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഈ കാതി കൂടെ കേട്ടിട്ട് ഈ കാതി കൂടെ കളയരുത്. ഈ കാതി കൂടെ കേൾക്കുക. ഈ കാതിൻ്റെ ഇവിടെ അത് വച്ചിരിക്കുക. പ്രതികാരം അത് വീട്ടാനുള്ളതാണ് മക്കളെ, വീട്ടാനുള്ളതാണ്. എങ്ങനെയുണ്ട് മക്കളെ, എങ്ങനെയുണ്ട്? കൊള്ളാമോ മക്കളെ, കൊള്ളാമോ? ആ പാട്ടൊന്നും എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പാടുക. എൻ്റെ മുടി പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ചുരുണ്ട മുടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചുരുണ്ട മുടി ഞാനൊന്ന് സ്മൂത്തനിങ് ചെയ്തതാണ്. ജഗ ബഗ പോക. തീർന്നു മക്കളെ, തീർന്നു. നമ്മളെ ശരിയാണെന്ന് കാലം തെളിയിച്ചോളൂ. നമ്മളായിട്ട് പോയി ആരെയും തെളിയിക്കണ്ട. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ? അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആരെക്കുറിച്ചെങ്കിലും വല്ല പരദൂഷണവും പറയണമെങ്കിൽ എന്നെ സമീപിക്കുക. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഊരാൻ തോന്നുന്നില്ല, എനിക്ക് സങ്കടമാവുന്നു. ഞാൻ തന്നെ മെസ്സേജ് അയച്ചു, എനിക്ക് ഈ സാരി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ചെയ്താലോ? നല്ല രസമല്ലേ? ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങും നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള ബ്ലൗസാണ്. സാരി നല്ല അടിപൊളിയാണ്. നമ്മളെ ബോൾഡാക്കുന്നത് നമ്മളല്ല, നമ്മുടെ സിറ്റുവേഷൻസ്. ഞാൻ പണ്ടേ ബോൾഡാണ്, അത്യാവശ്യം ബോൾഡാണ്. ഇപ്പം ഭയങ്കര ബോൾഡാണ്. ഇപ്പം ഏത് ഗുഹയിൽ കൊണ്ട് വിട്ടാലും ഞാൻ തിരിച്ചു വന്നിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம். എൻ്റെ ചളിയൊക്കെ ഇത്രയും നേരം കേട്ടിരിക്കുന്ന നിങ്ങൾക്ക്
താങ്ക് യു സോ മച്ച്.